ഹലോ ഗൈസ്, പ്രാവിൻകൂട്ടിൽ ഷാപ്പ് എന്ന മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത് ഷാപ്പിൽ വെച്ച് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് തന്നെയാണ് സിനിമ എന്ന് പറയുന്നത്. ഏകദേശം ഒരു ത്രില്ലർ മൂവി തന്നെയാണ്. ഈ പടം എല്ലാവർക്കും വർക്കാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് വർക്കാവും. ഏകദേശം നല്ലൊരു കോമഡി ബേസിൽ നടക്കുന്ന ഒരു കഥയും കൂടിയാണ്. പക്ഷേ ആ കോമഡി എനിക്കത്ര വർക്കായില്ല. ജസ്റ്റ് തിയേറ്റർ കുലുങ്ങുന്ന ചിരിയോ അങ്ങനെയൊന്നും നമുക്ക് ബേസ് വെച്ച് പോകാനൊന്നും പറ്റില്ല. ഏകദേശം ഒരു നല്ല മൂവി എന്നുള്ള ബേസിൽ പോയി കാണാം. ഏകദേശം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് മൂവി. ഏകദേശം എനിക്ക് പടം ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ സെക്കൻഡ് ഹാഫ് ഭയങ്കര കിടിലമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നല്ല പടത്തിൽ നടക്കുക. നല്ലൊരു കിടില മൂവി തന്നെയാണ്. പടത്തിൻ്റെ ഒരു പോസിറ്റീവ് സെക്ഷൻ, നെഗറ്റീവ് സെക്ഷൻ പറയുകയാണെങ്കിൽ നെഗറ്റീവ് സെക്ഷനേ ഉള്ളത് ഒരു ഇതാണ്, ആ ഒരു കോമഡി ആർക്കും വർക്കായില്ല എന്നുള്ളതാണ്. രണ്ടെന്ന് പറയുന്നത് ഏകദേശം ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇത് പറയാനുള്ള ഏകദേശം ആക്ടേഴ്സിൻ്റെ കാര്യമാണ്. ഏകദേശം സൗബിനും ബേസിൽ ജോസഫാണ്. സൗബിൻ്റെ റോൾ കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിൽ ജോസഫും ഭയങ്കര കിടിലം തന്നെയാണ്. ഒരു കോമഡി ആക്ടറിനെ പോലെയാണ് ബേസിൽ ജോസഫ് ഇതിൽ. പിന്നെ പറയാനായിട്ടുള്ളത് സിനിമാറ്റോഗ്രാഫിയാണ്. സിനിമാറ്റോഗ്രാഫി ഭയങ്കര കിടിലായിരുന്നു. ഈ പടത്തിൽ നല്ല ഫൈറ്റ് സീൻ ഉണ്ട്. ഏകദേശം വൺ ഷോട്ടിലെടുത്ത ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. നല്ല ഫൈറ്റ് സീൻ തന്നെയായിരുന്നു. കിടിലം ഫൈറ്റ് സീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ കോമഡിയുടെ കാര്യമാണ് പറയാനുള്ളത്. കോമഡി പോരായിരുന്നു, സത്യം പറഞ്ഞാൽ പോരായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ഭയങ്കര കിടിലമാണ് കഥ. ഇത്രയുള്ള വീഡിയോ. ഇതുപോലത്തെ വീഡിയോ കിട്ടാൻ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ്